ഇന്ത്യ പാക് അതിർത്തി ശാന്തിയിലേക്ക് നീങ്ങുകയാണ്. ശനിയാഴ്ച വൈകിട്ട് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയിൽ അയവ് വന്നത്. വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിന് ശേഷവും ജമ്മു കശ്മീരിലും പഞ്ചാബിലും ഗുജറാത്തിലും രാജസ്ഥാനിലും പാകിസ്ഥാൻ ഡ്രോൺ ഷെൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഇന്നലെ പുലർച്ചെ മുതൽ അതിർത്തിയിൽ എവിടെയും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിർത്തി കടന്നെത്തുന്ന പാക് ഭീകരരെ തുരത്താനായി മെയ് 7 പുലർച്ചെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് 4 ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 25 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിലവിൽ ജമ്മു അടക്കമുള്ള അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് പോവുകയാണ്. വെടിനിർത്തൽ ധാരണ വിശ്വസ്തയോടെ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രസ്താവിച്ചിട്ടുണ്ട്. അത് ആത്മാർത്ഥതയോടെയാണെന്ന് പ്രത്യാശിക്കാം. ഭീകരരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെയുള്ള പ്രസ്താവനകളൊന്നും പാകിസ്ഥാൻ നടപ്പാക്കിയിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ സൈനിക നടപടിയും ദൃഢനിശ്ചയവും അവരെ പാഠം പഠിപ്പിച്ചിട്ടുണ്ടാകണം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണെന്ന് ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പഹൽഗാമിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ പലയിടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്നും ഇത് ഭീകരർക്കുള്ള ശക്തമായ താക്കീതാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. റാവൽപിണ്ടിയിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച പ്രതിരോധ മന്ത്രി സിവിലിയൻ മേഖലകളെ ആക്രമിച്ചിട്ടില്ലെന്നും ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ക്ഷമത ലോകം കണ്ടുവെന്നും പറഞ്ഞു. പാകിസ്ഥാന്റെ തുടർ നീക്കം നിരീക്ഷിക്കുകയാണെന്നും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് തുടരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുന്നു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ വെടിനിർത്തൽ ധാരണയിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനത്തിൽ ഗുരുതരമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടുവെന്ന വാർത്തകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ശനിയാഴ്ച 2 തവണ ഇന്ത്യയുമായി ബന്ധപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനെ വിശ്വസിക്കേണ്ടെന്നാണ് ഉച്ചയ്ക്ക് ചേർന്ന യോഗം തീരുമാനിച്ചത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യൻ സേനകൾ നേടിയ ആധിപത്യം മോദി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് US ഇടപെടലുണ്ടായതെന്നും പാക് DGMO രണ്ടാമതും വിളിച്ച ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ഇക്കാര്യത്തിലെ ദുരൂഹത നീക്കണമെന്ന് CPI ഉൾപ്പെടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ പങ്കാളിത്തം സംബന്ധിച്ച റിപ്പോർട്ടുകൾ കടുത്ത ആശങ്കയുയർത്തുന്നതാണെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. ആഗോള സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുന്നതിന് ചരിത്രപരമായി ഉത്തരവാദികളായ US-നെ മധ്യസ്ഥത വഹിക്കാൻ അനുവദിക്കുന്നത് അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ വെടിനിർത്തൽ പ്രഖ്യാപിക്കും മുൻപ് US പ്രസിഡന്റ് എങ്ങനെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചതെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണം. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം എത്രയും വേഗം വിളിച്ചുകൂട്ടി സമഗ്രവും സുതാര്യവുമായ ചർച്ചകൾ നടത്തണമെന്നും CPI ആവശ്യപ്പെട്ടു. ഷിംല കരാർ ഉപേക്ഷിച്ചോ? മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള വാതിലുകൾ തുറന്നിട്ടോ? നിഷ്പക്ഷ ചർച്ച നടത്താമെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പരാമർശം എന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചു. സമാജ്വാദ് പാർട്ടി, ഉദ്ധവ് ശിവസേന വിഭാഗം തുടങ്ങിയവരും US മധ്യസ്ഥതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേക പാർലമെന്റ് സമ്മേളനവും സർവകക്ഷി യോഗവും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ആവശ്യങ്ങളെല്ലാം ന്യായമാണ്. രാജ്യത്തും ലോകത്തും സമാധാനം പുലരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഗൗരവമുള്ളതാണ് രാജ്യത്തിന്റെ പരമാധികാരവും ഭരണപരമായ സുതാര്യതയും. ബാഹ്യ ഇടപെടലല്ല, ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചയിലൂടെ വേണം അയൽബന്ധങ്ങളിൽ ശാശ്വത സമാധാനം ഉണ്ടാകേണ്ടത്. നിലവിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായോ എന്ന കാര്യത്തിൽ കേന്ദ്രം വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം.